വയനാട് ജില്ലയിലെ ഹരിതാഭമായ ഒരു മികച്ച ട്രെക്കിംഗ് കേന്ദ്രമാണ് 900 കണ്ടി. ജില്ലയിലെ ചെറുപട്ടണമായ മേപ്പാടിയിൽ നിന്നും ചൂരൽമല റോഡിൽ 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കള്ളാടിയിലെത്താം. ഇവിടെയാണ് 900 കണ്ടിയിലേക്കുള്ള സാഹസിക യാത്ര ആരംഭിക്കുന്നത്. ശാന്തമായി ഒഴുകുന്ന കള്ളാടിപ്പുഴയുടെ അടുത്തു തന്നെ നിരവധി ഓഫ് റോഡ് വാഹനങ്ങൾ 900 കണ്ടിയിലേക്കുള്ള യാത്രയ്ക്ക് സജ്ജമായി നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ ദൂരം. യാത്ര ആരംഭിക്കുന്നത് ഒരു ഓഫ് റോഡ് യാത്രയിലൂടെയാണ്. ഇടുങ്ങിയ പാതകൾ, പാറക്കെട്ടുകളുടെ ഇടയിലൂടെയും കുണ്ടും കുഴിയും വലിയ മൺതിട്ടയും പാറക്കല്ലുകളും നിറഞ്ഞ വഴിത്താര. സഞ്ചാരികളുടെ ബാഹുല്യമനുസരിച്ച് വാഹനങ്ങൾ ഈ നിരത്തിലൂടെ ആടിയുലഞ്ഞു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നത് കാണാം. ഇത്തരം ഒരു ജീപ്പ് യാത്ര നിങ്ങൾക്ക് ആദ്യാനുഭവം ആയിരിക്കുമെന്ന് ഉറപ്പിക്കാം. ആവേശകരമായ ഈ ഓഫ് റോഡ് യാത്ര തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആരംഭം. പാറക്കല്ലുകൾ നിറഞ്ഞ റോഡിലൂടെ വളരെ സൂക്ഷ്മതയോടെ ഡ്രൈവർ വാഹനം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. യാത്രാമധ്യേ മനോഹരമായ കൊച്ചരുവികൾ, മറഞ്ഞിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ, മനോഹരമായ വ്യൂ പോയിന്റുകൾ. ഇടതൂർന്നു നിൽക്കുന്ന നിബിഡ വനങ്ങൾ, തീർത്തും പച്ചപ്പ് നിറഞ്ഞ ഒരു പറുദീസ തന്നെ. സാഹസികത, ശാന്തതയെ കണ്ടുമുട്ടുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു പറുദീസ. സഞ്ചാരമധ്യേ നിരവധി റിസോർട്ടുകളും മറ്റും കാണാം. പ്രകൃതിയുടെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആസ്വദിക്കുന്നതിനായി സഞ്ചാരികൾ ഇവിടെ താമസം ഉറപ്പാക്കുന്നുമുണ്ട്. മണൽ, മണ്ണ്, ചരൽ, നദീതടങ്ങൾ, ചെളി, മഞ്ഞ്, പാറകൾ അല്ലെങ്കിൽ മറ്റ് പ്രകൃതിദത്ത ഭൂപ്രകൃതി എന്നിവ പോലുള്ള ടാർ ചെയ്യാത്ത പ്രതലങ്ങളിൽ വാഹനം ഓടിക്കുകയോ അതിൽ സവാരി ചെയ്യുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ ഓഫ് റോഡിംഗ്. ഇപ്പറയുന്നത് ഒട്ടുമിക്കതും നമുക്കും ഈ യാത്രയിലുടനീളം അനുഭവയോഗ്യമാകുന്നു. കുറച്ചു ദൂരം കുറച്ചധികം സമയമെടുത്ത് നിഗൂഢമായ വനത്തിലൂടെയുള്ള ഒരു സവാരിക്ക് ശേഷം സാഹസികതയുടെ ഇരിപ്പിടത്തിലെത്താം. സഞ്ചാരികളുമായി വന്ന ഓഫ് റോഡ് വാഹനങ്ങൾ നിരയായി നിർത്തിയിട്ടിരിക്കുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നും പ്രവേശന ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് നടക്കണം. ഇത് ചെറിയ ഒരു കിഡ്സ് പ്ലേ ഏരിയ ആണ്. 900 കണ്ടിയുടെ പ്രധാന ആകർഷണം ഈ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. ആകാശത്തേക്ക് നേരിട്ട് നടന്നു ചെല്ലുന്ന അനുഭവം. താഴെയുള്ള താഴ്വരയുടെ അതിശയകരമായ കാഴ്ച. ഉയർന്ന മരങ്ങളും ഹരിതാഭമായ കുന്നുകളും മലകളും മേഘങ്ങളുടെ മേലാപ്പ് കൊണ്ട് ഈ പ്രാകൃത ഭൂപ്രദേശത്തിൻ്റെ മാസ്മരികത അതിൻ്റേതായ സൗമ്യമായ താളത്തിൽ ഒഴുകുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് അനുഭവം സഞ്ചാരികളെ 900 കണ്ടിയെ എക്കാലവും അവരുടെ യാത്രാ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റും തീർച്ച. ഗ്ലാസ് ബ്രിഡ്ജിന് എതിർവശത്തായി അല്പം താഴെ ഒരു വാച്ച് ടവർ, ട്രീ ടോപ്പ് വ്യൂ പോയിന്റ് ഉണ്ട്. വളരെ സുരക്ഷയോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴ്വാരത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കാഴ്ചക്കാരിൽ അത്ഭുതം നിറയ്ക്കും. സഞ്ചാരികൾ ഇവിടെ നിന്നും ഫോട്ടോയും വീഡിയോയും പകർത്തുന്നു. ഇതാണ് സ്വിംഗ് റൈഡ്. മുതിർന്നവർക്കും കുട്ടികൾക്കും അല്പനേരം സ്വിംഗ് റൈഡ് ആസ്വദിക്കാം. ഇതൊരു റൈഫിൾ ഷൂട്ടിംഗ്, ആർച്ചറി ഷൂട്ടിംഗ് ഏരിയയാണ്. വേണമെങ്കിൽ യാത്രികർക്ക് ഇതും പരീക്ഷിക്കാവുന്നതാണ്. ഇതിനെല്ലാമായി വേറെ വേറെ ചാർജ് ഈടാക്കുന്നുണ്ട്. വീണ്ടും താഴേക്കിറങ്ങിയാൽ ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിവ ആസ്വദിക്കുന്നതിനായി മിനി ടർഫുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഒരു സിപ്ലൈൻ റൈഡും ഇവിടെയുണ്ട്. ഏകദേശം 1 മണിക്കൂറിലേറെ പ്രകൃതിയുടെ മുഴുവൻ ഭംഗിയും ആസ്വദിച്ച് സഞ്ചാരികൾക്ക് താഴേക്കിറങ്ങാം. അതേ വാഹനത്തിൽ തന്നെ താഴെയെത്തി സഞ്ചാരികൾക്ക് മടങ്ങാം. ജീവിതത്തിൽ ഒട്ടേറെ യാത്ര നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും വേറിട്ടൊരു അനുഭവമായിരിക്കും 900 കണ്ടി യാത്ര. എല്ലാ യാത്രികർക്കും ശുഭയാത്ര ആശംസിക്കുന്നു.